ഹലോ ഗായ്സ്, എല്ലാ മച്ചന്മാർക്കും ARK വേൾഡിലേക്ക് സ്വാഗതം. ഗായ്സ്, നമ്മൾ ഇന്ന് റോബ്ലോക്സ് എസ്കേപ്പാണ് കളിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ എസ്കേപ്പ് ദി ഹോസ്പിറ്റൽ OB എന്നാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ അനിയനും എൻ്റെ കസിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഫ്രണ്ടിൽ കാണുന്ന അനിയനെയാണ്, ബാക്കിലും ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഗെയിമാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചെക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് അപ്പോൾ എൻ്റെ അനിയനും വന്നുകൊണ്ടിരിക്കുകയാണ്. അവനെന്ന് എൻ്റെ അനിയനാണ്. അപ്പോൾ ഫ്രണ്ടിൽ കസിനും നിൽക്കുന്നുണ്ട്. അപ്പോൾ അനിയനും വന്ന് അപ്പോൾ ഞാൻ തേർഡ് ചെക്ക് പോയിൻറ്റിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 പേരാണ് നമ്മൾ ഈ ഒരു ഗെയിമിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ചത്തു ഗൈസ്. അപ്പോൾ ചെക്ക് പോയിൻ്റ് ഉള്ളതുകൊണ്ട് പിന്നെയും ഞാൻ തിരിച്ചെത്തി. അപ്പോൾ അനിയൻ ചത്തു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ തേർഡ് ചെക്ക് പോയിൻ്റ് കസിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേർഡ് ചെക്ക് പോയിൻ്റ് ഞാൻ എടുത്തിരിക്കുകയാണ്. അനിയൻ കുറച്ച് സ്ലോ ആണ്. ഈ ഗെയിം ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്, പക്ഷേ കസിൻസിനെയും എൻ്റെ അനിയനൊക്കെ ആയിട്ട് കളിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ കസിൻ എത്തിയിട്ടുണ്ട്, അനിയൻ എത്തി. അവർ നമ്മൾ ചെക്ക് പോയിൻ്റ് എടുക്കുന്നത് പിന്നെയും നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ എന്തോ ഡോക്ടറിനെ അത് എസ്കേപ്പ് ആയതുകൊണ്ട് ഇവിടെ കുറേ ബോണൊക്കെ കിടക്കുന്നുണ്ട്. ഈ ഗെയിം കുഴപ്പമില്ലാത്ത ഗെയിമാണ്, അത്ര ടഫല്ല, അത്ര സിമ്പിളല്ല, അങ്ങനത്തെ ഒരു ഗെയിമാണ്. പിന്നെ ചെക്ക് പോയിൻ്റ് ഉള്ളവൾ കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നടന്ന് ചത്തോണ്ടിരുന്നതിന്. A few moments later. ഞാൻ കുറേ നേരമായി ഇവിടെ കിടന്ന് കളിക്കുന്നത്. ചെക്ക് പോയിൻ്റ് എടുത്തിട്ടില്ല ഇത്രയായിട്ടും. അതേ ചെക്ക് പോയിൻ്റ് കിട്ടി. ഓ ഭാഗ്യം. കസിന് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ എൻ്റെ അനിയനും ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഞാൻ ചത്തു. പിന്നെയും ചെക്ക് പോയിൻ്റ് ഞാൻ കൂടെ വന്നിട്ടുണ്ട്. കസിൻ പെട്ടെന്ന് എത്തിയെന്ന് തോന്നുന്നു. പിന്നെയും ചത്ത് കളിക്കുന്നുണ്ട്. ഇവിടെ കുറേ സ്കെലിറ്റനൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണെന്തോ പോലെ ഈ ബ്ലൂ സംഭവത്തിലേക്ക് നോക്കിയിട്ടേ എൻ്റെ കസിൻ അവിടെ വന്ന് നിന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ ഭാഗ്യത്തിന് അവൻ്റെ നിന്ന് രക്ഷപ്പെട്ട് എനിക്ക് ചെക്ക് പോയിൻ്റ് കിട്ടി. അങ്ങനെ അടുത്ത ചെക്ക് പോയിൻറ്റിനാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെക്ക് പോയിൻ്റ് കിട്ടും. അതിൻ്റെ അടുത്ത ചെക്ക് പോയിൻറ്റും കിട്ടി. ഞാനിപ്പോൾ കയറുള്ളൂ. അപ്പോൾ പിന്നെയും ചത്തു. റൗണ്ടുകൾ കുറച്ച് ടഫായി വരുന്നുണ്ടോയെന്നൊരു സംശയമില്ലാന്നില്ല. എന്തോ എനിക്ക് കളിക്കാൻ പറ്റാണ്ടാന്ന് കാരണമില്ല, കുറച്ച് ടഫായി വരുന്നത്. ഈ സ്ഥലത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, സിറിഞ്ചിൻ്റെ മണ്ടക്ക് നിൽക്കാൻ കൂടെ പറ്റണം. ഞാൻ പേടിച്ചിട്ട് അടിയിലേക്ക് ചാടുന്നുണ്ടായിരുന്നു. പിന്നെ കസിനാണ് പറഞ്ഞത് അടിയിലേക്ക് ചാടണമെന്ന്. എന്നിട്ട് അടുത്ത ചെക്ക് പോയിൻ്റ് കൊടുത്തു. ഇപ്പം ഞാൻ എന്തോ അടിയിൽ ലാവയൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചത്തിട്ട് പിന്നെയും റീവൈൻഡ് അടിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ചത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കസിനവിടെ കളിയെടുത്ത് അവിടെ ഇരുന്ന് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ അനിയൻ അവിടെ ലാഡറൊക്കെ കയറി അവിടെ മുകളിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ചെക്ക് പോയിൻ്റ് ഇവിടെ ഇല്ല. അപ്പോൾ ചെക്ക് പോയിൻ്റ് എടുക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോയിൻ്റ് കിട്ടി. അനിയനുണ്ട്. എൻ്റെ കസിൻ ഷാഡോയും വന്നു. എന്നിട്ട് നമ്മളിത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര എന്തോ ഇതിലെ ഈ മഞ്ഞ ലേസറിലേക്കാകുമ്പോൾ സ്പീഡുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തോ കളിയാണിത്. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ അവർ നമ്മുടെ ബാക്കിലാണ്. അവർ പറഞ്ഞത് അവർക്കിത് കുറച്ച് ടഫ് ഉണ്ടെന്നാണ്, പക്ഷേ എനിക്കിത് പെട്ടെന്ന് സിമ്പിളായിട്ട് തോന്നി. ഞാൻ അവിടെ ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. അനിയനിവിടെ എത്തി. ഷാഡോ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെയും വെയിറ്റ് ചെയ്യാണ്. അവന് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവനും എത്തി, ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ മുകളിലും കാര്യങ്ങളൊക്കെ എത്തി. ചെക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അവന്മാരെ വെയിറ്റ് ചെയ്യാണ്. ലൂസും കാര്യങ്ങളൊക്കെ എത്തി. ഇനി ഷാഡോയും കൂടെ എത്തണം. അപ്പോൾ ഷാഡോയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വഴിയൊക്കെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരാൾ ഇവിടെ കിടക്കുന്നതുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് അയാളുടെ മേത്തേക്കാണ് എല്ലാവരും കയറണത്. അപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും അയാളുടെ വായിൻ്റെ ഉള്ളിലാണ് എല്ലാവരും പോണത്. ഞാൻ കയറാൻ പോയപ്പോഴത്തേക്കും ആ ബ്ലേഡ് വന്ന് എന്നെ കൊന്നു ഗായ്സ്. അപ്പോഴത്തേക്കും ഞാൻ മര്യാദക്ക് കയറി അയാളുടെ വായിലേക്ക് എത്തി. അടിയിലേക്ക് ഞാൻ പോകുമ്പോഴത്തേക്കും ഞാൻ തല കുത്തിയൊക്കെ വീണു. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ കണ്ണോർക്കുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ചെക്ക് പോയിൻ്റെ ഫ്രണ്ടിലെത്തി ഗായ്സ്. അപ്പോൾ എങ്ങനെയോ അതിങ്ങനെ ചാടി വന്നതാണ്. എന്നിട്ട് എനിക്ക് ചെക്ക് പോയിൻ്റ് കിട്ടി.
ഇനി മുകളിലേക്ക് കയറണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി മുകളിൽ കയറിയിട്ടാണ് ചെക്ക് പോയിൻറ്റ്. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രണ്ടിൽ കാര്യങ്ങൾ ചെക്ക് പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് പോയിൻ്റൊക്കെ എടുത്ത് ഇതെന്ന് വെച്ചാൽ ഇതിൽ തട്ടാൻ പാടില്ല, അതാണ് ഈ റൗണ്ട്. അപ്പോൾ ഇങ്ങനെ തട്ടാണ്ടൊക്കെ ചെക്ക് പോയിൻ്റൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടി ഞാൻ ചത്തു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഞാൻ ചത്തുന്നു, പക്ഷേ ചെക്ക് പോയിൻ്റ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തേ നമ്മൾ ഷാഡോവിനെയും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ ഷാഡോവും കാര്യങ്ങളൊക്കെ എത്തി. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇത് മറികടക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീണ് പിന്നെയും ഞാൻ എഴുന്നേറ്റ് പിന്നെയും അത് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അല്ലൂസ് വീണു, പക്ഷെ ഞാൻ എങ്ങനെ ഭാഗ്യത്തിനേക്ക് ചെക്ക് പോയിൻ്റ് കിട്ടി. പിന്നെ എല്ലാവരും കൂടെ വന്ന് നമ്മൾ ഈ ഒരു ബോൺസിൻ്റെ മുകളിൽ കൂടെ ചാടിക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്കും അവരേക്ക് ട്രിക്ക് പറഞ്ഞിരുന്നു, സൈഡിൽ കൂടെ ചാടിയാൽ മതി. അവന്മാരവിടെ എത്തിയിട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് പ്രാവശ്യം ചെയ്തപ്പോൾ വർക്കായില്ല. അപ്പോൾ സെക്കൻഡ് പ്രാവശ്യം ഞാൻ പിന്നെയും ഇതേ ചാടി എനിക്ക് ചെക്ക് പോയിൻ്റ് കിട്ടി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം, അതാണ് ഈ ഒരു റൗണ്ട്. അപ്പോഴത്തേക്കും ആദ്യത്തെ ടിക്കെ ഷാഡോ എടുത്ത് രണ്ടാമത്തെ എന്നെ കൊണ്ടെടുപ്പിച്ച് അടുത്തത് അല്ലൂസാണ് ഇനി പോകേണ്ടത്. അപ്പോൾ അല്ലൂസ് പോയപ്പോഴത്തേക്കും അത് തെറ്റി ഗൈസ്. അപ്പോഴത്തേക്കും എന്താണ് ഷാഡോ പോയതും തെറ്റി. അപ്പോഴത്തേക്കും ഞാൻ ഈ വഴി പോയി. അപ്പോഴത്തേക്കും ഞാൻ നടുക്കിൽ കൂടെ പോയപ്പോൾ ഞാനും വീണു. എന്നിട്ട് പിന്നെ ഞാൻ ആദ്യം തൊട്ട് പിന്നെയും വന്ന് അവന്മാരിതേ എനിക്ക് പറഞ്ഞൊക്കെ തന്നുന്നുണ്ട്. അവന്മാർ രണ്ടുപേരും അവിടെ എത്തിയിട്ടോ. അപ്പോൾ അതേ എനിക്ക് ചെക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ആവേശത്തിൽ നടുക്കിൽ കൂടെ എടുത്ത് ചാടിയപ്പോഴത്തേക്കും ഞാൻ ചത്തു. സൈഡിൽ കൂടി ഇങ്ങനെ ഓരോ ഇതായിട്ട് പോകണം. ഞാൻ ചത്തുകൊണ്ടിരിക്കുകയാണ്. അവന്മാർ ശ്രമിക്കുന്നുണ്ട്, ഞാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. പിന്നെ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയോ എൻ്റെ ശരിയായി ഗൈസ്. അല്ലൂസ് പകുതി വെച്ച് വീണു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ചെക്ക് പോയിൻ്റ് എടുത്തു ഗൈസ്. അപ്പോൾ അവന്മാരും എത്തി. പിന്നീട് എങ്ങനെയോ അവന്മാരെത്തി. എന്നിട്ട് അതേ നമ്മൾ ഇത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ കുറേ കയറിയിട്ട് എത്തുന്നില്ല, കുറേ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ മൂന്നുപേരും ചെക്ക് പോയിൻ്റ് എടുത്തിരിക്കുകയാണ്. അല്ലൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും അവിടെ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ അതെ അവന്മാർ തോറ്റിട്ട് പിന്നെയും വരുന്നുണ്ട്. അപ്പം ഞാനും ഇങ്ങനെ ചെക്ക് പോയിൻ്റ് എടുത്തു. എൻ്റെ ഫസ്റ്റ് ട്രൈ തന്നെ എങ്ങനെയോ ശരിയായി ഗൈസ്. അപ്പോൾ അതേ ഇവിടെ വന്നാണ് ഞാൻ ചാടിയത്. അപ്പോൾ ഷാഡോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഷാഡോ പറഞ്ഞു പയ്യെ വന്നം പറഞ്ഞത്. എനിക്ക് അടുത്ത ചെക്ക് പോയിൻറ്റും കിട്ടി. അല്ലൂസ് കളി ജയിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചത്തു പിന്നെയും. അപ്പോൾ ചെക്ക് പോയിൻറ്റുള്ളത് ഞാൻ പിന്നെയും വന്നു. ഷാഡോ പറഞ്ഞ് പയ്യെ വന്നം. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷനൊക്കെ കൊടുത്ത് ഞാൻ എങ്ങനെയോ എത്തി. അപ്പോൾ പിന്നെ അവിടെ ലാഡർ എത്തുമ്പോൾ അല്ലൂസ് പറഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്കും ജയിക്കുമെന്നാണ്. അപ്പോൾ ഞാൻ ഷാഡോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഷാഡോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷാഡോ അവിടെ എത്തിയിട്ടുള്ളൂ. ഷാഡോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഷാഡോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ. അപ്പോൾ ഞാൻ ഏതോ സ്ഥലത്തെത്തി. അപ്പോഴത്തേക്കും ഷാഡോവും വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും അല്ലൂസ് പറഞ്ഞു കളി ജയിച്ചു എന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അവിടെ ചെക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തു. നമ്മുടെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ കളി ജയിച്ചു.